ഒരു സങ്കീർത്തനം പോലെ എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാളി വായനക്കാരുടെ ഹൃദയം കീഴടക്കിയ, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ, കാവ്യാത്മകമായ എഴുത്തിൻ്റെ 7-ാം വാതിൽ തുറന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരൻ. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിലെ പെരുമ്പടവം ഗ്രാമത്തിൽ നാരായണൻ്റെയും ലക്ഷ്മിയുടെയും മകനായി 1938 ഫെബ്രുവരി 12 ജനനം. കഷ്ടപ്പാടിൻ്റെ ബാല്യത്തിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കാൻ അവസരമില്ലായിരുന്നു. 4 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അമ്മ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. വായനയായിരുന്നു കൂട്ട്. ബിരുദം പൂർത്തിയാക്കിയില്ല. കവിത എഴുത്തിലൂടെ തുടങ്ങി. പിന്നീട് കഥയിലേക്കും നോവലിലേക്കും തിരിഞ്ഞു. എഴുത്തല്ലാതെ മറ്റൊരു ജോലിയും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത, എഴുത്തുകൊണ്ട് മാത്രം ജീവിച്ച കേരളത്തിലെ അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ്. ശ്രീധരൻ്റെ ആദ്യ നോവൽ സർപ്പക്കാവ്. അഭയം എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ പെരുമ്പടവത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലോടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം പുതിയ തലത്തിലേക്ക് നീങ്ങി. ഒരു സങ്കീർത്തനം പോലെ ഉൾപ്പെടെ 40-ലധികം കൃതികൾ രചിച്ചു. ഒരു സങ്കീർത്തനം പോലെ എന്ന പ്രസിദ്ധ നോവൽ 3 പതിറ്റാണ്ടിനുള്ളിൽ 4 ലക്ഷത്തിലേറെ കോപ്പിയുമായി മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ നോവലെന്ന ഖ്യാതിയും 122-ലധികം പതിപ്പുകളും വിറ്റഴിഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം പോലെ ഇറങ്ങി ഏറെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കഥാപാത്രങ്ങളുടെ നാടായ റഷ്യയും എഴുത്തുകാരൻ സന്ദർശിച്ചു. അഭയം എന്ന നോവൽ രാമു കാര്യാട്ട് സിനിമയാക്കി. 12 ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. പക്ഷേ പിന്നീട് സിനിമ വേണ്ടെന്ന് വെച്ച് നോവലെഴുത്തിൽ മാത്രം ശ്രദ്ധിച്ചു. സങ്കീർത്തനം പോലെ സിനിമയാക്കാൻ പലരും വന്നെങ്കിലും തിരുത്തലുകൾക്കും വിട്ടുവീഴ്ചകൾക്കും വഴങ്ങിയില്ല. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ പുരസ്കാരം, വി.ടി. ഭട്ടതിരിപ്പാട് സ്മാരക സാഹിത്യ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ തേടി വന്നിട്ടുണ്ട്. ലോക സാഹിത്യത്തിലെ പ്രതിഭാശാലികളിലൊരാളാണ് ഫയോദോർ മിഖായോലോവിച്ച് ദസ്തയേവ്സ്കി. ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ. 1821 മോസ്കോയിലാണ് ജനനം. കുറ്റവും ശിക്ഷയും, ഇഡിയറ്റ്, ചൂതാട്ടക്കാരൻ, കരമസോവ് സഹോദരന്മാർ എന്നിവ പ്രധാന കൃതികൾ. 1881 59-ാമത്തെ വയസ്സിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വച്ച് ഈ മഹാനായ എഴുത്തുകാരൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഒരു സങ്കീർത്തനം പോലെ. തിരുവനന്തപുരം തമ്മലത്താണ് പെരുമ്പടവം ശ്രീധരൻ ഇപ്പോൾ താമസിക്കുന്നത്. പ്രധാന കൃതികൾ അഭയം, അഷ്ടപതി, അന്തിവേലിലെ പൊന്ന്, ആയില്യം, സൂര്യദാഹം, ഒറ്റച്ചിലമ്പ്, അരണ്യഗീതം, ഗ്രീഷ്മജ്വാലകൾ, കാൽവരിയിലേക്ക് വീണ്ടും, ഇടത്താവളം, ആർക്കവും ഇളവയിലും, മേഘഛായ, 7-ാം വാതിൽ, നിന്റെ കൂടാരത്തിനരികെ, വാൾമുനയിൽ വച്ച മനസ്സ്, എൻ്റെ ഹൃദയത്തിനുടമ, അരൂപിയുടെ 3-ാം പ്രാവ്, നാരായണം, പൊൻപറകൊണ്ട് സ്നേഹമളന്ന്, ദൂരങ്ങൾ കടന്ന്, തേവാരം, പകൽപ്പൂരം, കൃപാനിധിയുടെ കൊട്ടാരം, ഇലത്തുമ്പുകളിലെ മഴ, അസ്തമയത്തിൻ്റെ കടൽ, ഗോപുരത്തിന് താഴെ, പിന്നെയും പൂക്കുന്ന കാട്, ഇരുട്ടിൽ പറക്കുന്ന പക്ഷി, പ്രദക്ഷിണവഴി, തൃഷ്ണ, സ്മൃതി, ദൈവത്തിൻ്റെ കാട്ടിലെ ഒരില, ശംഖുമുദ്രയുള്ള വാൾ, ബോധിവൃക്ഷം, കടൽക്കരയിലെ വീട്, ഹൃദയരേഖ, ഒറ്റശിഖരത്തിൻ്റെ മരം, ഡിസംബർ, ഒരു കീറാകാശം, സ്നേഹത്തിൻ്റെയും മരണത്തിൻ്റെയും അതിര്.